1990-കളിൽ ഇന്ത്യയിൽ പെപ്സിയും കൊക്കക്കോളയും ശക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ആ സമയത്തായിരുന്നു ദക്ഷിണ ഇന്ത്യയിൽ ദഹന ഗുളികകൾക്കായി ആളുകൾ ജീരക അധിഷ്ഠിത സോഡകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കർണാടകയിലെ ഒരു ചെറിയ കമ്പനിയായ ബിന്ദു ബിവറേജസ് ഈ അവസരം മുതലെടുത്തു. ജീരകം ചേർത്തതും മൂല്യഗുണമുള്ളതുമായ ഒരു സോഡ പുറത്തിറക്കി. നിമിഷങ്ങൾക്കകം ജനങ്ങൾ ആ ബ്രാൻഡ് ഏറ്റെടുത്തു. തൽക്ഷണം അത് ഹിറ്റായി മാറി. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ കൂൾ ഡ്രിങ്ക്സുകൾ 15 രൂപയ്ക്കും 25 രൂപയ്ക്കും വിൽക്കുമ്പോൾ ബിന്ദു ജീര വെറും 10 രൂപ എന്ന വിലയിൽ ലഭ്യമാക്കി. ഇത് മാത്രമല്ല, അതിൽ ഉന്മേഷദായകവും അതുല്യമായ ഇന്ത്യൻ രുചിയും ഒത്തുചേർന്നു. ചെറുകിട പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും ലക്ഷ്യമാക്കി. സാധാരണ ജനങ്ങൾക്കും ഈ ബ്രാൻഡ് തികച്ചും ചിലവ് കുറഞ്ഞതായി തീർന്നു. 2021-ൽ 35 ലക്ഷം രൂപയിൽ നിന്നാണ് ഓട്ടോക്കാരനായ സത്യശങ്കർ ബിന്ദു ജീര സോഡ എന്ന സ്ഥാപനം ആരംഭിച്ചത്. വെറും 5 വർഷം കൊണ്ട് കമ്പനിയുടെ വിറ്റുവരവ് 6 കോടി രൂപയായി ഉയർന്നു. 2015 ആയപ്പോഴേക്കും UAE, സിംഗപ്പൂർ, മലേഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കും ബിന്ദു ജീരക സോഡയുടെ കയറ്റുമതി ആരംഭിച്ചു. ഇന്ന് ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ആസ്തി 800 കോടി രൂപയാണ്. ബിസിനസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഒരു ഓട്ടോക്കാരിൽ നിന്നും ബിസിനസ് മാറിയ സത്യശങ്കർ. ബിസിനസ്സിൽ വിജയിക്കാൻ വലിയ കളിക്കാരെ നേരിട്ട് മത്സരം ചെയ്യേണ്ടതില്ല. നമ്മുടെ ഇടം കണ്ടെത്തുക, നല്ല വില നിർണ്ണയം നടത്തുക, പ്രാദേശിക വിപണിയിൽ വിശ്വാസം നേടുക. ബിന്ദു ജീരയെ പോലെ. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ് വാല, ബി ദ ബോസ്.